സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഋഷിയെ കാണാനില്ലെന്നുള്ള പരാതി അരുന്ധതി ഡിവൈഎസ്പിക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. മാത്രമല്ല കേസ് കാര്യമായിട്ട് അന്വേഷിക്കണമെന്ന് MLA ആയിട്ടുള്ള ദേവിക വിളിച്ചു പറഞ്ഞതും പ്രകാരം കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഡിവൈഎസ്പിയും സംഘവും. അങ്ങനെ കൂട്ടുകാരെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഡിവൈഎസ്പിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ഋഷിക്ക് ഏറ്റവും വലിയ ശത്രു പ്രഭാവതിയും കുടുംബവുമാണ്. മെയിനായിട്ടും പ്രഭാവതിയുടെ കുടുംബത്തെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ സംഭവത്തിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഋഷിയെ കാണാതായതും ചന്ദ്രോത്ത് കുടുംബവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, MLAയുടെ സ്വാധീനം വെച്ച് ഇനി കേസ് മറയ്ക്കാനും കാണാൻ ശ്രമിക്കുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് സ്ഥലം മാറ്റത്തിന് ശുപാർശ ചെയ്യാൻ വേണ്ടി MLA ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാ എന്നുള്ളൊരു കള്ളത്തരം പറഞ്ഞ് ഡിവൈഎസ്പി ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ നന്ദൻ്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ഡിവൈഎസ്പി ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ എന്നുള്ള മട്ടിന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. കൂടെ കെവിനും വരുമ്പോൾ അവരെ ചോദ്യം ചെയ്യുന്ന ഡിവൈഎസ്പിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ഋഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനഃപൂർവ്വം അദ്ദേഹത്തിനോട് പറയുന്നില്ല. തൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഭാര്യയോട് നട്ടാക്കുരുക്കാത്ത കള്ളത്തരം പറയുന്ന നന്ദനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി അവരാണെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ചോദ്യം ചെയ്യുന്നതിലൂടെ നന്ദൻ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് തുറന്നു പറയുന്ന നന്ദനെ ചോദ്യം ചെയ്യുന്ന ഡിവൈഎസ്പി ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. മാത്രമല്ല കെവിനും കൂട്ടത്തിൽ പ്രതിയായി മാറുകയും ചെയ്യുന്ന ഈ ഒരു ന്യൂസ് ശരിക്കും പറഞ്ഞാൽ ചന്ദ്രോത്ത് വീട്ടിനെ ആകമാനം മാനം കെടുത്തി എന്ന് തന്നെ പറയാം. MLA ആയ ദേവികയ്ക്ക് പുറത്തൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഋഷിയുടെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത നന്ദൻ്റെ ഭാര്യ എന്നുള്ളൊരു വിളിപ്പേരും കോളേജിൽ ക്ലാസ്സിന് പോകുന്ന ശാരികയ്ക്ക് പോലും കോളേജിലേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നും കോളേജിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്നും പല ചോദ്യങ്ങളും ഉണ്ടാവുന്ന ആ ഒരു സാഹചര്യത്തിൽ ശാരിക തൽക്കാലം കോളേജിലേക്ക് പോകുന്നില്ല എന്ന് വീട്ടിലേക്ക് വന്ന് പറയുന്നു. ചന്ദ്രോത്ത് വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം ഒതുങ്ങി MLA ആയ ദേവികയെ പ്രഭാവതി അംഗീകരിച്ചതിന് ശേഷം ഇനി പ്രശ്നങ്ങളൊന്നും കാണില്ല, ഇനി അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുമെന്ന് കരുതി. എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്നും പറഞ്ഞ് രാധികയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. അന്നേരവും മാധവൻ പറയുന്നു, ഒരിക്കലും നന്ദൻ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അവനെ ആരോ കരുതിക്കൂട്ടി പെടുത്തിയതാ എന്നാ എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ ഭാർഗവിയോട് ഇതേ അഭിപ്രായം തന്നെ നമ്മുടെ മുരളിയും പറയുന്നു. കെവിൻ്റെ കൂട്ടുകെട്ട നന്ദന് ഇത്രയധികം പ്രശ്നങ്ങളിലേക്ക് വരുത്തി വെച്ചത് എന്നാ എൻ്റെ വിശ്വാസം. ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവൻ നേരിട്ടിട്ടും ഒരു വാക്കുപോലും എന്നോട് തുറന്നു പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ തമ്മി കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ ഒരു രഹസ്യവും മറച്ചു വെക്കാറില്ല എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. എന്നിട്ടും നന്ദൻ എന്തുകൊണ്ട് ഈ വലിയ രഹസ്യം എന്നിൽ നിന്നും മറച്ചു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭാർഗവി പറയുന്നു, ചിലപ്പം നന്ദമോൻ അങ്ങനെ എന്തെങ്കിലും കുറ്റം ചെയ്തതിൻ്റെ പേരിലായിരിക്കുമോ എല്ലാവരുടെയും മുമ്പിൽ പേടി കാണിച്ച് നടന്നത്. അന്നേരം ഗൗരിയും പറയുന്നു, ഞാൻ അന്നേരെ പറഞ്ഞില്ലേ മുരളിയേട്ടാ, നന്ദൻ എന്തോ ഒരു കാര്യം ഭയക്കുന്നു. പുറത്തു പറഞ്ഞാൽ ആളുകൾ തന്നെക്കുറിച്ച് എന്തു വിചാരിക്കും എന്ന് തോന്നിക്കുന്ന എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുരളിയേട്ടൻ വിശ്വസിച്ചില്ലല്ലോ. എങ്കിലും നന്ദൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു കുറ്റമുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് മുരളിയും പറയുന്നുണ്ട്. അതേസമയം ദേവികയാണെങ്കിൽ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ നന്ദനെയും കെവിനെയും കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഋഷിയെ കണ്ടുമുട്ടിയ സ്ഥലവും അതുപോലെ തന്നെ ഋഷിയെ അപകടപ്പെടുത്തിയതിന് ശേഷം കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ച ആ വീട്ടിലേക്കും കൊണ്ടുപോകുന്നുണ്ട് പോലീസ്. പക്ഷേ ആ സമയത്താണ് ആ ഞെട്ടിക്കുന്ന സംഭവം വ്യക്തമാകുന്നത്. അതായത് കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ഋഷിയുടെ ഡെഡ് ബോഡി ഒന്നും കാണുന്നില്ല. ഋഷിയുടെ ബോഡി എന്തു ചെയ്തു, അതോ ഇനി കുഴിച്ചിട്ടെടുത്തുനിന്ന് വീണ്ടും അവർ മാറ്റി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റിയതാകുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്ന സമയത്താണ് എസ്തപ്പാൻ ആ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയാനായിട്ട് പ്രഭാവതിയെ കാണാൻ വരുന്നത്. അതായത് മേഡവും സാറും ഒക്കെ വിചാരിക്കുന്നത് പോലെ നന്ദൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ നന്ദൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു അബദ്ധം പറ്റി അവനെ ഉപദ്രവിച്ചിട്ടുണ്ടാകും. പക്ഷേ ഋഷി ഇപ്പോഴും മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്. സത്യമാണോ എസ്തപ്പാനെ താനീ പറയുന്നത്? വിശ്വസിക്കാമോ? എനിക്കൊരു പുതിയ ജീവിതം തന്ന ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് നന്ദനും ദേവിമോളും. അവരുടെ കാര്യത്തിൽ ഞാൻ കള്ളം പറയുമെന്ന് തോന്നുന്നുണ്ടോ? അവരെ തുടർന്ന് ചന്ദ്രോത്ത് വീട്ടുകാർ എൻ്റെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ആപത്ത് വരുന്ന ഒരു കാര്യവും ഞാൻ കള്ളം പറയാറില്ല. അവരെ അറിഞ്ഞുകൊണ്ട് ചതിക്കാൻ കൂട്ടു നിൽക്കത്തുമില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ഋഷിയെ കുഴിച്ചിടാൻ പോയി എന്ന് പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷേ കുഴിച്ചിടാൻ നേരത്ത് ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി അവന്മാർ ആ പയ്യനെ മാറ്റി താമസിപ്പിച്ചിരിക്കുക. നന്ദനെ മനഃപൂർവ്വം പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്
ഇതൊക്കെ എസ്തപ്പാൻ എങ്ങനെ അറിഞ്ഞെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണാൽ നേരിട്ട് കണ്ട കാര്യങ്ങളാണ്, വിശ്വസിക്കാം. മേഡത്തിനറിയാലോ, എൻ്റെ വീട് ഇത്തിരി ഉള്ളിലേക്കാ. ആ സ്ഥലങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാ. അന്ന് രാത്രി എനിക്ക് അതുവഴി പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കണ്ട കാര്യങ്ങളാണ്. പിന്നീടാ നന്ദമോനും ഇതിന് പിന്നിൽ ഉണ്ടെന്ന് മനസ്സിലായത്. നന്ദമോനെ എല്ലാവരും കൂടി ചതിച്ചതാ എന്നൊക്കെ പറയുമ്പോൾ എസ്തപ്പാൻ്റെ ആ ഒരു സാക്ഷിമൊഴി കേസിൻ്റെ ഗതി തന്നെ മാറ്റും. കാത്തിരിക്കാം.